2025 ഏപ്രിൽ 24 മുതൽ 30 വരെ ലോക ഇമ്മ്യൂണൈസേഷൻ വാരമായി ലോകമെമ്പാടും ആചരിച്ചു വരുന്നു. കോട്ടോപ്പാടം ജംഗ്ഷനിൽ വെച്ച് ആരംഭിച്ച വിളംബര റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജസീന അക്കര ഫ്ലാഗ് ഓഫ് ചെയ്തു. കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച ലോക ഇമ്മ്യൂണൈസേഷൻ വാരാചരണം ജില്ലാതല പരിപാടി മണ്ണാർക്കാട് നിയോജക മണ്ഡല MLA ശ്രീ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ബ്ലോക്കിലെ ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ICDS വർക്കേഴ്സ്, NSS വോളണ്ടിയേഴ്സ് മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള സാമൂഹ്യ പ്രവർത്തകർ ഒത്തുചേർന്നു. ദേശീയ ആരോഗ്യ ദൗത്യം ഫണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയ കോട്ടപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വിഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. നമ്മളെ തെരഞ്ഞെടുക്കാൻ സാധാരണ ഗതിയിൽ ഒരു വിഷയത്തിൽ ഒരു പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കുക, അവിടുത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വിഷയത്തിലെ എണ്ണങ്ങൾ കൂടുതലായതുകൊണ്ട് ഒക്കെയായിരിക്കും. എന്നാൽ ഇവിടെ എണ്ണം കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന വളരെ പോസിറ്റീവായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തത്. അപ്പൊ അതൊരു പോരായ്മയായി കാണാതെ ഒരു വസ്തുതാപരമായ കൃത്യമായ അവബോധമാണ് എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും ആ ആശയത്തിന്റെ പിന്നാലെ അണിനിരക്കുക എന്നുള്ളതാണ്. കുത്തിവെപ്പ് കോട്ടോപ്പാടം പഞ്ചായത്തിൽ കുറവാണ്. എന്നാൽ കുത്തിവെക്കേണ്ടത് വരുന്ന തലമുറക്ക് വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമാണ്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജസീന അക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ KR ദിനാചരണ സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവർക്കും ഇമ്മ്യൂണൈസേഷൻ മനുഷ്യരാൽ സാധ്യമാണ് എന്നതാണ് ലോകാരോഗ്യ സംഘടന വാരാചരണത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള സന്ദേശം. സംസ്ഥാനത്തുള്ള ജില്ല പാലക്കാടായിരുന്നു. അത്രയും കുട്ടികളായിരുന്നു നമ്മൾക്ക് കുത്തിവെപ്പെടുക്കാത്ത കുട്ടികൾ. ഇപ്പൊ അവസാനം 2024-25 മാർച്ച് മാസത്തെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ആ തുടക്കമുണ്ടായിരുന്ന 24% കണക്ക് 25 മാർച്ചിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ അത് 1% കുറഞ്ഞു. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ആ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ ഇതില് ഞാൻ തന്നെ നിങ്ങളെ കുറെ പേരെ കുത്തിവെപ്പ് കുറവുള്ള കുറെ സ്ഥാപനങ്ങളുടെ മീറ്റിംഗ്സ് ജില്ലാതലത്തിൽ വിളിച്ചുകൂട്ടി, ഓൺലൈൻ മീറ്റിംഗ്സ് നടത്തി. അപ്പൊ നിങ്ങളോടൊക്കെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തിവെപ്പ് കൂട്ടണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വീടുകളിൽ ചെന്ന് കുത്തിവെപ്പ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ സോഫിയ ഡോക്ടർ ഈ ഒരു സ്ഥാപനം എന്തിനാണ് തെരഞ്ഞെടുത്തെന്നുള്ള കാര്യം നമ്മുടെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. കുത്തിവെപ്പിന്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് കുത്തിവെപ്പെടുത്ത കുട്ടികളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്ഥാപനം. കോട്ടപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ മക്കൾ അവതരിപ്പിച്ച പ്രതിരോധ കുത്തിവയ്പ് ബോധവൽക്കരണ ഫാഷൻ ഷോയും കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ICDS അംഗൻവാടി പ്രവർത്തകർ അവതരിപ്പിച്ച ലഘുനാടകവും അരങ്ങേറി. ഇമ്മ്യൂണൈസേഷൻ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ നൽകുന്ന TB വാക്സിനേഷനിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ടെറ്റനസ്, ഡിഫ്തീരിയ എന്നീ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ പ്രതിരോധ കുത്തിവയ്പ്പിന് സാധിക്കുന്നു. 2 ഘട്ടങ്ങളായി നൽകുന്ന ഈ പ്രതിരോധ കുത്തിവയ്പ്പ് ആദ്യ ഡോസ് ഗർഭിണിയാണെന്ന് അറിയുമ്പോഴും സെക്കൻഡ് ഡോസ് ആദ്യ കുത്തിവയ്പ്പെടുത്ത് 1 മാസം കഴിഞ്ഞും നൽകുന്നു.
15ാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ഹെൽത്തി ബേബി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി വി പ്രീത ടീച്ചർ നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ യൂണിറ്റിനുള്ള വീൽചെയർ കൈമാറ്റം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ കല്ലടി അബൂബക്കർ നിർവഹിച്ചു. കൂടാതെ അംഗനവാടി പ്രവർത്തകരുടെ ഹെൽത്തി ഫുഡ് സ്റ്റോളും ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ആരോഗ്യ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രദർശനവും ഉദ്ഘാടന വേദിയോട് ചേർന്ന് ഒരുക്കിയിരുന്നു. ഏറ്റവും നല്ല സ്റ്റോളിനുള്ള സമ്മാനം കണ്ടമംഗലം സബ് സെന്ററിന് വേണ്ടി ശ്രീമതി അബീബത്ത് ജയച്ചൈ ഏറ്റുവാങ്ങുന്നു. ഇമ്മ്യൂണൈസേഷൻ എടുക്കാത്തതിന്റെ ഭവിഷ്യത്തുകൾ ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കുന്നു. വെള്ളം ചോറ് കുട്ടികളൊന്നും നോക്കരുത്. ആ സിസ്റ്ററോട് പറഞ്ഞാൽ ഇന്നോട് കേൾക്കൂല. കുട്ടിയല്ലേ എന്താ ചെയ്യാ വൈകുന്നേ പടച്ചോന്റെ കയ്യില അതിനെ നോക്കിയാ മതി. എന്താ നോക്ക് എന്താ ഒന്നും പഠിക്കില്ല. ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ വരില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരിക? അല്ലെങ്കിൽ ഒരു മാനദണ്ഡല്ലേ? തീരെ വയ്യട്ടോ എന്റെ കുട്ടിക്ക്. എന്റെ കുട്ടീനെ നല്ലോണം നോക്കണോട്ടോ. എല്ലാ കുട്ടികളെ പോലെ നല്ല വിഷമമാണ് എന്റെ കുട്ടീനെ. പിന്നെ നിങ്ങൾ അങ്ങനെ വലിയ രക്ഷ നിൽക്കണോ? നീ അവിടുന്ന് കുട്ടികളൊക്കെ വരാട്ടോ. ടീച്ചറെ ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിലാവും. നിങ്ങളെ ഒരു പണി ചെളി പിടിച്ച് നിങ്ങൾ അടുക്കള കിടന്നാൽ മതിയോ? നിങ്ങൾ കടയ്ക്ക് പോണ്ട. നിങ്ങൾ ആ ചായ വെള്ളം കുടിക്കാനല്ലേ എപ്പോഴും ഇങ്ങനെ പോണത്? അതേ പോണ്ട. ഞാൻ പോകുമ്പോ അങ്ങനെ ഈ കുട്ടികളൊന്നും പഠിപ്പിക്കണ്ടേ? എന്താണ് പറയുന്നത്? എന്താ പറയണേ? നിങ്ങൾ എങ്ങനെ നാളെ വന്നപ്പോ ഞാൻ കാര്യം പറയാൻ മറന്നുട്ടോ. അല്ല എന്റെ കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിക്കണത് ഇതല്ലോ. എന്റെ കുട്ടികൾക്ക് വയ്യ. ഓക്ക് വയ്യല്ലോ. അവരൊക്കെ കളിപ്പിക്കുകയാണ്. അല്ല എന്താ കാട്ടുക? എന്താ ചെയ്യാല്ലേ?
കുട്ടിന്റെ കുറെ 2-3 മാസം ഈ കോരെങ്ങനെ ഇങ്ങനെ മഞ്ഞ കുത്തിച്ചോ ആസ്പത്രി കൊണ്ടായില്ല. ഞാൻ കൊണ്ടുപോയി മരുന്നൊന്നും കൊടുക്കണ്ടത്രേ. പിന്നെന്താ തുളസി നീരോ പനിക്കൂർക്കലോ എന്തൊക്കെ വാട്ടി നമുക്ക് കൊടുത്താൽ മതി മരണം. ശ്രീനാഥ ഇപ്പൊ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റൂലേ. നമ്മളെ അസുഖം വന്ന ഡോക്ടറെ കാണിക്കുക, ആശുപത്രിയിൽ കൊണ്ടുപോവുക, അല്ലാതെ പനിക്കൂർക്കൊന്നും മാറില്ല. അതൊക്കെ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. നല്ല ചുമക്കുന്നുണ്ട്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു മടുത്തു. കുട്ടിക്ക് കഞ്ഞി കൊടുക്കണ്ട് അത് നല്ലോണം പീര് അതിന് തേന് അംസാഖാനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. സൈനാഥ ഒരു കാര്യം ചെയ്യും. നമ്മളെ കോട്ടപ്പാടം ആരോഗ്യ കേന്ദ്രമല്ലേ, അവിടെ ഈ 2 കുട്ടികളെയും കൊണ്ടുപോയിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങി പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ 3 മാസം പറഞ്ഞല്ലോ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട് ലഘുനാടകം അവതരിപ്പിച്ച ICDS അംഗനവാടി പ്രവർത്തകരെ ആദരിക്കുകയുണ്ടായി.